ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് കണ്ടപ്പോൾ കുട്ടം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേരള എക്സ്പ്രസ് യാത്രയിലെ തേർഡ് പാർട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയുക, നമ്മുടെ ഹാസി ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊട്ട് മുമ്പിൽ ഏതൊരു കുഞ്ഞി സൈഡിങ് സ്റ്റേഷൻ ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഇതോട് സൈഡിങ് ലൈൻസ് തോന്നാണ്. സൂര്യനെ കുതിച്ച് വന്നു കഴിഞ്ഞു. ഞാൻ രാവിലെ എണീക്കുമ്പോഴേക്കും ഞാൻ ആക്ച്വലി ഒരു 4 മണിക്കൊക്കെ ഉണർന്നായിരുന്നു. പിന്നെ ഒന്ന് തിരിഞ്ഞ് കിടന്നൊരു പിന്നെ ഒരു 6-6 വരെ ഉറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 7:15 കേട്ടോ. 6:30 കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ പിന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് സമാധാനമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്രോസിംഗ് ഒരു വാസ്റ്റുവൽബി ഹോൾ NMGയിലേക്കാണ്. ഭംഗിയുള്ള റൂട്ടാട്ടോ ഇത്. ഭംഗിയെന്ന് പറയുന്നത് പച്ചപ്പ് മാത്രമല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോയുടെ സമാധാനമായി കാണാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പാലക്കാട് മുതൽ വരങ്കൽ വരെയാണ് ഫസ്റ്റ് പാർട്ട് ചെയ്തത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വരങ്കൽ മുതൽ നാഗ്പൂർ വരെയും ആണ് സെക്കൻഡ് പാർട്ട് ചെയ്തത്. 2 വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചെക്കൗട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഝാൻസി ജംഗ്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഝാൻസി ജംഗ്ഷൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിലാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തിനുള്ളിൽ ഝാൻസി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഏകദേശം ഇറ്റാർസി കഴിയുമ്പോൾ ഇറ്റാർസി നമ്മൾ ഏകദേശം 2 മണിക്ക് പാസ് ചെയ്തു. ഒരു 5 മണിക്ക് ബിന പാസ് ചെയ്തു. ബിന കഴിഞ്ഞ പോലെ കവറേജ് തുടങ്ങുന്നത് വിചാരിച്ചിട്ടാണ്. പക്ഷേ തുടങ്ങിപ്പോയി. സ്ലോ ഡൗൺ ചെയ്തു. ഝാൻസി അടുക്കുന്നതിൻ്റെയാണോ അതോ വല്ല സ്പീഡ് റെസ്ട്രിക്ഷനുമാണോ അറിയില്ല. ഇവിടെ റൈറ്റ് സൈഡിലോട്ട് ഒരു ലൈനും കൂടെ പോകുന്ന കാണാം. ഇത് കണ്ടോ, ഒരു സിംഗിൾ ലൈൻ പോകുന്നുണ്ട്. അങ്ങോട്ടൊരു പച്ചയുണ്ട്. അത് ഖജുരാഹോയിലോട്ട് പോകുന്ന ലൈനാണത്. ഖജുരാഹോയിലോട്ട് പച്ച കൊടുത്തിട്ടുണ്ടല്ലോ. ഏതോ ട്രെയിൻ ഉണ്ട്. ഇപ്പുറത്തായിട്ടൊരു യാർഡും ഉണ്ട്. വിജയവാഡയുടെ 3264. ഖജുരാഹോ ലൈനിൻ്റെ പച്ച ചെയ്ത വണ്ടികളായിരുന്നു. വണ്ടിയൊന്നും കാണാനുമില്ല. എന്തൊക്കെ വണ്ടിക്ക് വരുന്നു. അപ്പം നമ്മളങ്ങനെ ഝാൻസി ജംഗ്ഷനിൽ കയറാണ്. വീരാംഗന ലക്ഷ്മിഭായ് ഝാൻസി. പ്ലാറ്റ്ഫോം സൈഡാണ്. പ്ലാറ്റ്ഫോം നമ്മുടെ സൈഡിൽ തന്നെയാണ്.
പിന്നെ പോയ സ്ഥലത്താണ് അങ്ങേറ്റത് വാർപ്പൂർ ഹോളിൽ ട്രെയിൻ ഉണ്ട്. അതായിരിക്കും അപ്പോൾ ഖജുരാഹോയിലായിരിക്കും പോകുന്ന വണ്ടി. ഗ്വാളിയർ പ്രയാഗ്രാജ് എക്സ്പ്രസ് ഞാൻ അനൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ കാണുന്ന പേയ്മെൻറ്റ് നമ്മുടെ സൈഡിലായിരിക്കും. അപ്പുറത്തെ സൈഡിലാണ്. നമ്മളങ്ങനെ വീരാങ്കന ലക്ഷ്മിഭായ് ഝാൻസിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ എന്തൊരു തിരക്കായിരുന്നു കാണുന്നത്. ഗാർഡ് മാറുന്നുണ്ട്. പുതിയ ട്രെയിൻ മാനേജർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും ഇവിടുന്ന് കയറുന്ന കുറവ് ഡൽഹി വരെ പോകാൻ സാധ്യതയുണ്ട്. അറിയില്ല കേട്ടോ. വരും 7:30, നമ്മൾ 1:30ക്കാണ് ഡൽഹി എത്തേണ്ടത്. 6 മണിക്കൂർ. പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഝാൻസി ജംഗ്ഷൻ്റെ സമയം 7:34. അപ്പോൾ നമ്മൾ 7:35 എത്തി നമ്മൾ ഝാൻസിയിൽ, വീരാങ്കന ലക്ഷ്മിഭായ് ഝാൻസി ജംഗ്ഷനിൽ. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനുണ്ട്. അത്രയും തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് കയറാനുമുണ്ട്. ഈ വണ്ടിയിൽ പൊതുവെ ലോങ് ഡിസ്റ്റൻസ് ടിക്കറ്റ്സ് വളരെ കുറവാട്ടോ. എൻ്റെ കോച്ചിൽ അറ്റ്ലീസ്റ്റ്, അപ്പോഴത്തെ കോച്ചിൻ്റെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കോച്ചിൽ ലോങ് ഡിസ്റ്റൻസ് ടിക്കറ്റ്സ് വളരെ കുറവാണ്. എല്ലാം ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഇന്നലെ നാഗ്പൂരിൽ ഒരുപാട് പേര് ഇറങ്ങി. അത്രയും തന്നെ ആൾക്കാർ വീണ്ടും കയറി. അപ്പോൾ ഇവിടെ ആൾക്കാർ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേരള എക്സ്പ്രസിൻ്റെ പേരുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലോട്ട് പോകാൻ ആരും ഈ വണ്ടി എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇതാണ് നമ്മൾ നിർത്തിയതിൻ്റെ അപ്പുറത്തെ സൈഡ്, പ്ലാറ്റ്ഫോം 3ഉം 2ഉം. സ്റ്റേഷൻ്റെ ഒരു ഇത് കണ്ടോ? ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും കൂടെ കേട്ടോ. റെയിൽവേ മാത്രം പോയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടർ കാണാൻ ഒരു വഴിയില്ല. സ്റ്റാർട്ടർ കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന്. ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. നമുക്ക് പുതിയ ക്രൂ കയറി. ടി ടിമാരൊക്കെ മാറി, മൊത്തം മാറി. ടി ടിമാരൊക്കെ നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ ടി ടിമാരൊക്കെ കയറിയിരിക്കുന്നത്. ടി ടി മാറി, ഇവരും മാറി, ക്രൂ മാറി. അപ്പോൾ 7:41 നമ്മൾ വീരാങ്കന ലക്ഷ്മിഭായ് ഝാൻസിയിൽ നിന്നും യാത്ര പുറപ്പെട്ടു. എനിക്ക് വീണ്ടും പുതിയ കോ പാസഞ്ചേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ പാലക്കാട് നിന്ന് വരുമ്പോൾ മൊത്തം കാലിയായിരുന്നു. അതിന് കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ കയറി. അയാൾ നാഗ്പൂർ ഇറങ്ങി. പിന്നെ 2 പേര് റണ്ണിഗുണ്ടയിൽ നിന്ന് കയറിയായിരുന്നു. അവർ ഇന്ന് വെളുപ്പിന് ഇൻറ്റാർസിയിൽ ഇറങ്ങി. അത് കഴിയുമ്പോൾ നാഗ്പൂരിൽ നിന്ന് വേറൊരാൾ ഇന്നലെ രാത്രി കയറിയിട്ടുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ ഝാൻസിയിൽ ഇറങ്ങി. പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അയാളും ഝാൻസിയിൽ ഇറങ്ങി. ഇപ്പോൾ വീണ്ടും 2 പേര് കയറിയിട്ടുണ്ട്. ഇനി ഇവരെവിടെയാണോ ഇറങ്ങുന്നത്? ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ലഗേജിന് ഒട്ടും സെക്യൂരിറ്റി ഇല്ല. നമ്മൾ ഫുൾ ടൈം നമ്മുടെ ലഗേജിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കണം. വീരാങ്കന ലക്ഷ്മിഭായ് ഝാൻസി കഴിഞ്ഞു. ഇപ്പോഴത്തെ സൈഡിലെ യാർഡൊന്നും കണ്ടേക്കാം. ഝാൻസിയിലെ ലോക്കോ ഷെഡൊക്കെ അങ്ങേയറ്റത്തായിരുന്നു, മറ്റേ എൻഡിലായിരുന്നു. നമ്മുടെ അതിന് മുമ്പിലത്തെ മംഗള എക്സ്പ്രസ് വീഡിയോയിലും അതുപോലെ അതിന് മുമ്പുണ്ടായിരുന്ന മിലേനിയം എക്സ്പ്രസ് വീഡിയോയിലും ഞാനത് കാണിച്ചിട്ടുണ്ട്. ബിലാസ്പൂരിൻ്റെ ട്വിൻ വാഗൺ ആൻഡ് 41444 ആണ് ലീഡിങ്. അതിനപ്പുറത്തൊരു G7 27099 പുറപ്പെടാൻ റെഡിയാവുന്നുണ്ട്. അങ്ങനെ ഝാൻസി ജംഗ്ഷനിൽ നമ്മൾ പുറത്തായി. നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ ലൈനിൽ കൂടെ ഒരു ട്രെയിൻ സിഗ്നലായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട G7 ഹോൾഡ് ബോബിൻ റേക്കോ. ഇവിടെ അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ട്. അതിന് മുകളിലാണ് തോന്നുന്നു കോട്ടയുള്ളത്, ഝാൻസി ഫോർട്ടുള്ളത്. ഇവിടെ മുതൽ നമ്മുടെ നോർത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറുകയാണ്.
ഈ നോർത്ത് സെൻട്രൽ റെയിൽവേ ടെറിട്ടറി എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ ഓർമ്മശന് പൽവാൾ വരെ എങ്ങാണ്ടാണ് NCR. അവിടെ മുതൽ അങ്ങോട്ടാണ് NR. പിന്നെ മുകളിൽ ഐ ലവ് ഝാൻസിയൊക്കെ ഉണ്ട്. ചെറിയ ഒരു തണുപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. കാറ്റിന് ചൂടില്ല, ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ എനിക്കൊന്നും ഇനി പോകുന്നതോറും ചൂടാവും പകല്. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ ചണ്ഡീഗഡിലാണ്. എക്സ്പ്രസ് ട്രെയിനുകളൊന്നും കാര്യമായിട്ട് ഇല്ലെന്ന് തോന്നുന്നു. കാര്യം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഫസ്റ്റ് സ്ലോട്ടിങ് എത്തണമല്ലോ. കാര്യമായിട്ട് എക്സ്പ്രസ് ക്രോസിങ്ങുകളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലൈറ്റ് ഉണ്ട് ഇഷ്ടംപോലെ. കണ്ടെയ്നർ എന്താണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ? പൊളി പറക്കലാട്ടോ. ഏതോ ഒരു സ്റ്റേഷനാണ്, ചിരുള എന്നാണ് സ്റ്റേഷൻ്റെ പേര്. നല്ല പടയായിട്ട് പടയ്ക്കുന്ന ഒരു നമ്മുടെ ഇവിടുന്ന് കയറിയ കുറുവ്, നമ്മുടെ ജാസിയിൽ നിന്ന് കയറിയ കുറുവ് ഇതാണ്ട. ഗുഡ്സിയാടാന്ന് തോന്നുന്നു കണ്ടിട്ട്. ദബ്ര ഗുഡ്സ് യാർഡ്, പിന്നീട് ദബ്ര സ്റ്റേഷനായിരിക്കും. നമ്മൾ കൊങ്കൂന്ന് പോയപ്പോൾ ദബ്രയിൽ വെച്ചായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളം നമ്മൾ ഓവർടേക്ക് ചെയ്തത്.
നമ്മളിപ്പോൾ ഏകദേശം ഗ്വാളിയറിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ഷടയൻ ഇത് കഴിച്ചിട്ട് നമ്മൾ സ്റ്റേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയ പൂരി സബ്ജിയാണ്. 4 പൂരിയും സബ്ജിയുണ്ട്. എന്താ സബ്ജി ഞാൻ പറയാം. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാലയാണ് വന്നിരിക്കുന്നത്. പൂരിയൊക്കെ തണുത്തു, ചൂടോടൊന്നുമില്ല. കുഴപ്പമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതും അടുത്ത ഗ്വാളിയറിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഝാൻസി ഉത്തർപ്രദേശിലാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഗ്വാളിയർ വഴി മധ്യപ്രദേശിലാണ്. നമ്മളിങ്ങനെ ഉത്തർപ്രദേശും മധ്യപ്രദേശും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് പുറത്ത് പോലും നമ്മൾ രാജസ്ഥാനിൽ കൂടെ നമ്മൾ ഓടും. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് ട്രെയിൻ ഉണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. നമ്മൾ ഗ്വാളിയറിൽ നിന്ന് വിട്ട ഉടനെ നമ്മുടെ ഖജുരാഹോ വന്ദേ ഭാരത് അതിൽ ട്രെയിനൊന്നുമില്ല. നമുക്ക് പ്ലാറ്റ്ഫോം എൻട്രി പിടിച്ചേക്കാം. ഇവിടുത്തെ ട്രെയിൻ കിടക്കണ്ടല്ലോ. ബുണ്ടേൽഖണ്ഡ് എക്സ്പ്രസ്, ഗ്വാളിയർ ബനാറസ്. ആദ്യത്തോടെ അറൈവ് ചെയ്ത വണ്ടിയാണ്. നല്ല തിരക്ക് കയറാനുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗങ്ങൾ അവർ അടച്ചു കെട്ടിയിട്ടുമുണ്ട് ഇതിനു വേണ്ടി, വർക്കിന് വേണ്ടി. ഇവിടെ വലിയ ഒരു എയർ കോൺഫറൻസ് വരുന്നുണ്ട്, കണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ യാത്ര എന്ന് പറയുന്നത് 2025 ജനുവരിയിലായിരുന്നു. അപ്പോൾ 8:42 നമ്മൾ ഗ്വാളിയറിലെത്തി. നല്ല വെയിൽ. ജനറലോട്ടൊക്കെ നല്ല ആൾ ഇടിച്ച് കയറുന്നുണ്ടോ. ഡെയിലി ട്രെയിനുള്ള ഇതാണിത്. ഇതാണ് ഗ്വാളിയറിൻ്റെ മറുപുറം, പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോമിൽ നല്ലൊരു ഭാഗം അടച്ചിട്ട് വെച്ചിരിക്കുകയാണ് പണിക്ക് വേണ്ടി. ഇതവിടെ സ്കൈ ഡെക്കിൻ്റെ വർക്ക് നമുക്ക് കാണാം. കണ്ണിയുടെ ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. ചുമ്മാതൊക്കെ പൊളിച്ചളയും. അപ്പം നമ്മളങ്ങനെ ഗ്വാളിയറിൽ നിന്ന് പുറപ്പെട്ടു. എൻ്റെ വാച്ചിൽ 8:48, റെയിൽവേ ക്ലോക്കിൽ 8:46. എൻ്റെ വാച്ചപ്പോൾ ഒന്നുകൂടി റീസിങ് ചെയ്യണം. ഇവിടെ 9:05 വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തും. നമ്മളിവിടെ വിട്ടൊരെണ്ണം വരും. ഭോപ്പാൽ ശതാബ്ദി 9:23. ഇത് രണ്ടും നമ്മൾ അതിന് നമ്മൾ ക്രോസ് ചെയ്യും. ഈ ഭോപ്പാൽ ശതാബ്ദിക്കും ഖജുരാഹോ വന്ദേ ഭാരതിനൊക്കെ പുറകിലായിട്ട് നമ്മുടെ മില്ലേനിയം എക്സ്പ്രസ് ഗ്രൂപ്പിലെ വണ്ടികളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. സമ്പർക്ക് ക്രാന്തിയോ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. പിന്നെ മറ്റേ മംഗള ഉണ്ടാവും. നമുക്ക് കുറച്ച് ക്രോസിങ്സ് കിട്ടും. ഇനി നല്ല വെയിലാണ് പക്ഷേ ഈ സൈഡിൽ. ഇവിടെ കല്യാണിൻ്റെ ഒരു വാപ്പ് 7 37555 കിടക്കുന്നു. അത് മറ്റേ ബണ്ടൽഖണ്ഡ് എക്സ്പ്രസ്സിനെല്ലാം കൊണ്ടുവന്നായിരിക്കും. പുറത്തായിട്ട് ഒരു വാപ്പ് 7 കൂടെ കിടക്കുന്നുണ്ട്. TKDയുടെ ഒരു വാപ്പ് 7 ആണ്. 30336. തുഗ്ലകാബാദിനും ഗാസിയാബാദിനൊക്കെ കുറേ ഈ സാക്കർണി ഇതിൻ്റെ പരസ്യമുള്ള ലോഗോസ് ഉണ്ട്. ഗ്വാളിയറിലെ പിറ്റ് ലൈന് റൈറ്റ് സൈഡിൽ കാണുന്നത്.
ഇതാണോ മെയിൻ പിറ്റിന് വേറെ പിറ്റുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. 2 ലൈൻസ് ഉണ്ട്. ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. ജാസി 2 to 5. ആഗ്ര ജാസി ഇൻ്റർസിറ്റി ആയിരിക്കണം. ബിർളാനഗർ സ്റ്റേഷൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കഴിയുമ്പോഴാണ് ഇട്ടാവേലക്കുള്ള ഒരു ലൈൻ തിരിഞ്ഞു പോകുന്നത്. അതിന് എക്സ്ട്രീം റൈറ്റത്തെ ലൈൻ അത് ഇട്ടാവേലേക്ക് പോകും. മൈലേജ് ഇതേതായിരുന്നു വണ്ടി എന്നറിയില്ല കേട്ടോ. ഇത് ഔട്ട് ഓഫ് സിലബസാണ്. അതേതാണ് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ മൈലേജ് മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, 1229 ഒക്കെ ആയിപ്പോൾ 1200 സംതിങ് കിലോമീറ്ററായി. നമ്മൾ ഇന്നലെ രാത്രി 100 ആയിരുന്നു. അപ്പോൾ ഈ 1200 എന്ന് പറയുന്നത് ബേസിക്കലി മുംബൈ CSMT എന്നുള്ള ദൂരമാണ്. കാര്യം ഇതൊക്കെ ശരിക്കും സെൻട്രൽ റെയിൽവേയുടെ റൂട്ടായിരുന്നു. ആഗ്രയ്ക്ക് അപ്പുറം ഡൽഹിക്ക് തൊട്ട് പുറത്ത് വരെ സെൻട്രൽ റെയിൽവേ ആയിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ സെൻട്രൽ റെയിൽവേയുടെ റൂട്ടായിരുന്നുകൊണ്ട് തന്നെ ഇത് മുംബൈ CSMT എന്നാണ് ഒരു മൈലേജ് കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റാവ ലൈൻ അതിൻ്റെ വഴിക്ക് പോയി. നമ്മൾ ടുവേർഡ്സ് ആഗ്ര പ്രൊസീഡ് ചെയ്യാം. അതായിരുന്നു ഖജുരാഹോ വന്ദേ ഭാരത്. ഇപ്പോൾ 16 കോച്ചിൻ്റെ ട്രെയിനാണ്. നേരത്തെ 8 കോച്ചിൻ്റെ മറ്റേ ഓറഞ്ച് കളർ സാഫ്രൻ കളർ റേറ്റായിരുന്നു. റായരു കിടക്കാച്ചി പോക്കാട്ടോ പോകുന്നത്. അതേത് വിശാഖപട്ടണം അടുത്ത നിജാമുദ്ദീൻ ഏതായിരുന്നു വണ്ടി? അത് അവനൊരു ഓവർടേക്കിന് കാത്തിടക്കാണ് ഇവിടെ ഭോപ്പാൽ ശതാബ്ദിയുടെ. അടുത്ത നിജാമുദ്ദീൻ വിശാഖപട്ടണമാണ്. AP സമ്പർക്കം ചെയ്യുന്നു. സ്വർണ്ണജയന്തി എക്സ്പ്രസ് വിശാഖപട്ടണം സ്വർണ്ണജയന്തിയാണത്. സാങ്ക് എന്നാണ് സ്റ്റേഷൻ. സാങ്ക്
അടിപൊളി പറക്കല്ലോ പറക്കുന്നത്. കേരള എക്സ്പ്രസ് ശരിക്കും ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആവുന്നത് കേരളം വിടുമ്പോഴാണ്. അതായത് ഇന്നലെ നമ്മൾ വിജയവാഡ വരെ ഉരുണ്ടെങ്കിലും വിജയവാഡ കഴിഞ്ഞ് പിന്നെ നല്ല പറക്കലാണ് പറഞ്ഞത്. വിജയവാഡ വരെ ഉരുട്ടി എന്ന് പറഞ്ഞാലും നല്ല ഡീസൻറ്റ് റണ്ണായിരുന്നു അപ്പോഴും. സ്റ്റേഷനാണിത്. അതേ ശതാബ്ദി. ഇത് മുറേന ഹോൾട്ട് ഉണ്ട്. തിരുപ്പതിയിലോട്ടുള്ള AP സമ്പർക്ക്രാന്തിയായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പെട്ടയാണ് പെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 130 മീറ്റർ കളിയില്ല കേട്ടോ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുരേന കഴിഞ്ഞ് നമ്മൾ ധോൾപൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ധോൾപൂർ ഈ ഒരു സ്ട്രെച്ചിൽ നമുക്ക് 3 ക്രോസിങ്സ് വരാനുണ്ട്. ഛത്തീസ്ഗഡ് എക്സ്പ്രസ് ഉണ്ട്, പഞ്ചാബ് മെയിൽ ഉണ്ട്, മംഗള ലക്ഷദ്വീപ് ഉണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡ് എക്സ്പ്രസ് നമ്മളിപ്പോൾ മിക്കവാറും ക്രോസ് ചെയ്യും ഉടനെ തന്നെ. നമുക്കെന്നാൽ നമുക്ക് നോക്കാം. ഛത്തീസ്ഗഡ് എക്സ്പ്രസ് ആയിരിക്കണം മൊത്തം പരസ്യം വരുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ചമ്പൽ മേഖലയിലാണ്. ചമ്പൽ കാടുകളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഈ മൺകൂനകൾ, മൺകുറ്റുകൾ. ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനത് ഇങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. രാജസ്ഥാനിൽ എവിടെ ഒരു സ്ഥലത്ത് കണ്ടോ. നമ്മളിപ്പോൾ രാജസ്ഥാൻ ബോർഡറിലാണ്. നമ്മളിപ്പോൾ 15 ദിവസം രാജസ്ഥാനിലേക്ക് കയറും. ഇപ്പോൾ രാജസ്ഥാനിലെ കോട്ട ഭാഗത്ത് ഞാൻ ഇതുപോലെ കണ്ട പോലെ എനിക്കൊരു ഓർമ്മ. നമ്മൾ ചമ്പൽ നദിക്ക് കുറുകളെ പാലത്തിലേക്ക് കയറുകയാണ്. അവിടുത്തെ വർക്ക് നടക്കുന്നുണ്ട്. 20 km/h സ്പീഡ് റെസ്ട്രിക്ഷനാണ്. നമ്മൾ ചമ്പൽ നദി കിടക്കാൻ പോവാണ്. പക്ഷേ 20 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ കണ്ട് നമ്മളിങ്ങനെ ഉരുണ്ടു. ആ ഹൈ സ്പീഡിൽ പോകുന്നതിൻ്റെ ഒരു ത്രില്ല് കിട്ടില്ല. ലെഫ്റ്റ് സൈഡിലെ പാലം ഒരു സ്റ്റോൺ ബ്രിഡ്ജ് ആയിരുന്നു. റൈറ്റ് സൈഡിലത്തെ പാലം പുതിയതാണെന്ന് തോന്നുന്നു. കോൺക്രീറ്റ് ഇതാണ്, പിയേഴ്സാണ്. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ചമ്പൽ നദിയിൽ. മഴക്കാലത്തൊന്നും ഇതുവഴി വരണം.
ബഡ്ഗാവ് എത്തും പഞ്ചാബ് മെയിൽ. അതായിരുന്നു പഞ്ചാബ് മെയിൽ. ഇതിന് തൊട്ട് പുറകെ മംഗള ഉണ്ടാവും. മംഗള ഏകദേശം ഒരു ബ്ലോക്ക് പുറകിലുണ്ടാവും. കാര്യം മംഗള അവന് പിന്നീട് ഓവർടേക്ക് ചെയ്യും. നമ്മൾ ചമ്പൽ നദി കടന്നതോടുകൂടി നമ്മൾ രാജസ്ഥാനിലേക്ക് കയറിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ കൂടെ കുറച്ച് ദൂരം ഓടും. കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉത്തർപ്രദേശിലേക്ക് കയറും. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കേരളത്തിൽ തുടങ്ങി തമിഴ്നാട്ടിൽ കയറി, ആന്ധ്രാപ്രദേശിൽ കയറി, തെലങ്കാനയിൽ കയറി, മഹാരാഷ്ട്രയിൽ കയറി, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി. ഈ റോഡിൻ്റെ 30801 മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ്. നമ്മളങ്ങനെ ധൗൽപൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റോപ്പിൽ റൺ ത്രൂ ആയിരിക്കും. താജ് എക്സ്പ്രസ് ആണ് ഇനി വരാനുള്ള വണ്ടി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മംഗളയ്ക്ക് പോയപ്പോഴായിരുന്നു നമ്മളിവിടെ കുറച്ച് നേരം അൺസ്കെഡ്യൂൾഡ് നിർത്തിയായിരുന്നു. അങ്ങനെ ധൗൽപൂർ ജംഗ്ഷൻ കഴിഞ്ഞ് ഇത് രാജസ്ഥാനിലാണ്. സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ആഗ്ര ജംഗ്ഷനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേഷൻ ഭണ്ടായി ജംഗ്ഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിന് താമസം താജ് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണം. അതിപ്പോൾ ആഗ്ര വിട്ടു എന്നാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്ര ഹെഡ് ഓഫ് ഷെഡ്യൂൾ പോയിട്ട് വരും. സാധ്യത കുറവാണ് കൊണ്ടൊക്കെ കയറ്റാൻ. നോക്കാം നമ്മൾ. അമൃത് ഭാരത് P5 ആയിരുന്നു അതിന്. അതും ഫ്ലാറ്റ് ഫേസ് ഫോർവേഡ്. അപ്പോൾ നമ്മളങ്ങനെ ആഗ്ര കൻ്റോൺമെൻറ്റിലോട്ട് കയറാൻ പോവാണ്. റോഡ് നമ്പർ 4 എന്നാണ് ഈ സിഗ്നലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റോഡ് നമ്പർ 4 എന്ന് പറയുമ്പോൾ ഏതാ പ്ലാറ്റ്ഫോം ഒരു പിടിയില്ല. നോക്കാം എന്തായാലും. അവിടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ജസ്റ്റ് അറൈവ്ഡ് കാണിക്കുന്നത്. മംഗള നമ്മൾ ഇവിടെ വെച്ച് ഓട്ടേക്കോ അതോ ഇനി മധുര വരെ അവൻ്റെ പുറകെ നമുക്ക് പോകുന്നുള്ള അറിയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ആഗ്രഹം മറ്റേ സൈഡാണ് കണ്ടത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഈ സൈഡ് കണ്ടേക്കാം. ആഗ്ര കൻ്റോൺമെൻറ്റിലേക്ക് പ്രവേശിക്കുന്നു. റോസ ഷെഡിൻ്റെ 49057. വലിയ യാർഡാട്ടോ ഈ സൈഡിലെ. ഭീകരമായ യാർഡാണ്. പ്ലാറ്റ്ഫോം ഏത് സൈഡിലാണോ വരുന്നത്? എനിക്ക് പ്ലാറ്റ്ഫോം എൻട്രി പിടിക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ സൈഡിൽ തന്നെയാണ് പ്ലാറ്റ്ഫോം വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. റോഡ് നമ്പർ 4 എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കണക്ക് വെച്ച് പ്ലാറ്റ്ഫോം നമ്പർ 3 ആയിരിക്കണം.
അല്ല, പ്ലാറ്റ്ഫോം നമ്പർ 2 ആയിരിക്കണം. പ്ലാറ്റ്ഫോം നമ്പർ 2 എന്ന് പറയുമ്പോൾ കണക്ക് കറക്റ്റാണ്, നമ്മുടെ സൈഡിൽ വരും. ഇവിടെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന മംഗളമായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമ്മളങ്ങനെ ആഗ്ര ഛാവനിയിലേക്ക് കയറുകയാണ്. ആഗ്ര കൻ്റോൺമെൻറ്റ് ഹൗറ മഥുര എന്നൊരു ട്രെയിൻ നടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഒരു കൽക്കരി വണ്ടി കിടക്കുന്നുണ്ട്. ഈ യാഹൂ നമ്മുടെ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോം അടിപൊളി. അത് പൊളിച്ച് അപ്പോൾ നമ്മളങ്ങനെ ആഗ്ര കൻ്റോൺമെൻറ്റിലേക്ക് എത്തുന്നു. മംഗള പുറപ്പെട്ടു. അപ്പോഴത്തെ മംഗള എക്സ്പ്രസ് പുറപ്പെട്ടു പോകുന്നു. അവൻ നമ്മൾ ഓവർടേക്ക് ചെയ്യണം ഷെഡ്യൂൾ പ്രകാരം. നമ്മളാണ് നിസാമുദ്ദീൻ ആദ്യം എത്തേണ്ടത്. പക്ഷെ അത് ടെർമിനേറ്റിംഗ് വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അവൻ ആദ്യം ബിഫോർ ടൈം പോയി കയറുമായിരിക്കും. അറിയില്ല, അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ അവൈലബിലിറ്റി കൂടെ നോക്കണമല്ലോ. സമയം 10:01. എൻ്റെ കണക്ക് പ്രകാരം നമ്മളൊരു 9 മിനിറ്റോളം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ് ഇപ്പോൾ. സമയം 10:02 നമ്മൾ ആഗ്ര കൻ്റോൺമെൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗതിമാൻ എക്സ്പ്രസ് ഇവിടെ ഇപ്പോൾ വരും. പ്ലാറ്റ്ഫോം നമ്പർ 1 പക്ഷേ റൈറ്റ് സൈഡ് ഫ്രൈറ്റ് കിടക്കുന്നത് അങ്ങനെ കാണാൻ ഒരു വഴിയില്ല. നമ്മളിവിടെ 10:10 നമ്മുടെ ടൈം. നമ്മൾ ബിഫോർ ടൈം എത്തിയിട്ടുണ്ട്. അപ്പോൾ കിടക്കും തരാം കുറച്ച്. നമ്മുടെ സ്റ്റാർട്ടറായി. സമയം കൃത്യം 10:15. ഇവിടെ ഇപ്പോഴും കേരള എക്സ്പ്രസ് ജസ്റ്റ് അറൈവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് തന്നെ ഇപ്പോൾ 10 മിനിറ്റിന് മേലെയായി. നമ്മൾ കുറച്ച് പേട്ട മേടിക്കാന്ന് വെച്ച് നോക്കിയത്. എന്നിട്ട് കണ്ടപ്പോൾ എല്ലാം ലോക്കൽ കമ്പനികളാണ്. പേര് പരിചയമുള്ള കമ്പനികളുടെ ഒന്നും സാധനമില്ല. പേട്ട മേടിക്കേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്ത വീട്ടിൽ ഡെലിവർ ആവുന്ന സാധനങ്ങളാണ്. ചുമന്നുകൊണ്ട് കൊണ്ട് ആവശ്യമൊന്നുമില്ല സത്യം പറയാൻ. അങ്ങനെ ആഗ്ര കൻ്റോൺമെൻറ്റിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ആഗ്ര കൻ്റോൺമെൻറ്റ്. അങ്ങനെ ആഗ്ര കൻ്റോൺമെൻറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുന്നു. ആഗ്ര കൻ്റോൺമെൻറ്റിൽ സ്റ്റോപ്പ് ഇല്ലാത്തൊരു വണ്ടി വരുന്നുണ്ട്. തുഗ്ലക്കാബാദിൻ്റെ 30442. കർണാടക സമ്പർക്ക ക്രാന്തിയാണ്. യശ്വന്ത്പൂർ ഹജരത് നിസാമുദ്ദീൻ. ഇപ്പോൾ ഹജരത് നിസാമുദ്ദീൻ യശ്വന്ത്പൂർ. ഇത് മറ്റേ ബല്ലാരി വഴി പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആഗ്രയിൽ സ്റ്റോപ്പിൽ അതൊരു വണ്ടി കണ്ടു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാ വണ്ടിക്കും ആഗ്രയിൽ സ്റ്റോപ്പ് ഉണ്ടെന്നാണ്. ഇതുവഴി പാസ് ചെയ്യുന്ന എല്ലാ വണ്ടി എടുക്കും. കാര്യം രാജധാനിക്ക് അതുപോലെ സ്റ്റോപ്പ്. ഇതിവിടെ താഴെക്കൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. ഇത് ഇട്ടാവയിലേക്ക് പോകുന്ന ലൈനാണ്. ആ കാണുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആഗ്ര ഫോർട്ട് സ്റ്റേഷൻ ആയിരിക്കണം, അല്ല ഈദ്ഗാഹ് സ്റ്റേഷൻ ആയിരിക്കണം. അത്
നമ്മൾ ഈ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചില്ല, ഞാനിപ്പോഴും ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കാണിക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രയിൽ നിന്ന് വിട്ടു. ഇനിയിപ്പോൾ രാജാക്കി മണ്ഡി എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്, ഈ ബ്രേക്ക്, എമർജൻസി ബ്രേക്ക്. പാവം ALP നടന്നു വരുന്നുണ്ട്. ഈ ദൂരം മുഴുവൻ നടന്നു നോക്കണം ഇനി ഏത് കോച്ചിലാണ് ഇതായിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് റീസെറ്റ് ചെയ്യണം. സാധാരണ ഒരു സൈഡിൽ നിന്ന് ALP, ഒരു സൈഡിൽ നിന്ന് ട്രെയിൻ മാനേജർ നടന്നു വരും. എവിടെ വെച്ച് കാണുന്നു അവിടെ വെച്ച് അവരങ്ങ് റീസെറ്റ് ചെയ്യണം, അതാണ് പതിവ്. ഇതിപ്പോൾ കാൺപൂരിൻ്റെ 37129 ലാസ്റ്റ് 7 ആണ്. ഏതാ ട്രെയിൻ എന്നറിയില്ല. ആഗ്ര കണ്ടോൺമെൻറ്റ് ഹോഷിയാർപൂർ എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ വിട്ടു. ആഗ്രയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് അങ്ങ് മധുരയിലാണ്. മധുരയിൽ വെച്ച് മിക്കവാറും ട്രിവാൻഡ്രം രാജധാനി നമ്മൾ ഓവർടേക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ട്രിവാൻഡ്രം രാജധാനി ഫ്രണ്ടിൽ പോകും. രണ്ടിലൊന്ന്. ഒന്നല്ലേ നമ്മളവിടെ നിൽക്കുമ്പോൾ രാജധാനി കയറി പോകും, അല്ലെങ്കിൽ രാജധാനി നമുക്ക് മുന്നേ പാസ് ചെയ്ത് പോകും. രണ്ടിലൊന്ന് സംഭവിക്കും. നമ്മൾ ട്രിവാൻഡ്രം ഹസരത്ത് നിസാമുദ്ദീൻ രാജധാനിക്ക് യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മളന്ന് കേരള എക്സ്പ്രസിനെ കാണുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ നമ്മളെ കാണുന്നതിന് മുമ്പ് നമ്മൾ വിട്ടുപോയായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ മംഗളയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ സച്ച്ഖണ്ഡ് എക്സ്പ്രസ് ഉണ്ട്. പിന്നെ നമുക്കിത് ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സമയം പോവുകയും ചെയ്തു. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, ഈ ട്രെയിനിൽ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും വന്നില്ല കേട്ടോ, ഒന്നും വന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിൽ 5 ഡിന്നർ അല്ലാണ്ട് ഇടയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നില്ല. ഇനി ഞാൻ ഫുൾ ടൈം ഡോർ നിൽക്കുന്നതുകൊണ്ട് അറിയാണ്ട് പോയതാണോ എന്നും അറിയില്ല കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈനിൽ ഒരു പീസ് ആൻഡ് ഹോൾ ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് ഈറോഡിൻ്റെ പീസാണ്. ഏതായിരുന്നു ആ ട്രെയിൻ? ഇതാണ് രാജാക്കി മണ്ഡി സ്റ്റേഷൻ. ഇത് പാസഞ്ചർ ട്രെയിനാണ് തോന്നുന്നത്. നമ്മളിവിടെ പാസ് ചെയ്യാൻ 10:28 10:15 നമ്മളൊരു ആഗ്രഹം എടുത്തിട്ട്. നിങ്ങളെൻ്റെ മറ്റേ രാജധാനി എക്സ്പ്രസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, മധുര കഴിഞ്ഞിട്ട് ആ ട്രെയിനിന് നമുക്ക് ഡൽഹി വരെ ആകെ ഒരു ക്രോസിംഗ് എന്താണ് കിട്ടിയത്. കാര്യം അതൊരു ബ്ലോക്ക് ടൈമാണ്, കോറിഡോർ ബ്ലോക്ക് ടൈം അത്. അപ്പം നമുക്ക് ഇന്നും അത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം മധുരയ്ക്ക് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു ഹിരാക്കൂഡ് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാനുണ്ട്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും empty റൺ ആയിരിക്കും. ഇനിമേൽ മേഘം ഇരുണ്ട് വെച്ച് വരുന്നുണ്ട്. മഴ പെയ്ത് പോകാണ്ടിരുന്നാൽ മതി. മഴ പെയ്ത ബുദ്ധിമുട്ടാണ്. ഈ റൈറ്റ് സൈഡിലൊരു ജയിലാണ്. ഇത് ജയിലാന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ടൈം മംഗള എക്സ്പ്രസ്സിന് യാത്ര ചെയ്തപ്പോൾ ഈ സ്റ്റേഷനിൽ ബിലോച്ച്പുര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു ഓവർടേക്കിന് വേണ്ടി നമ്മൾ പിടിച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനത് മാപ്പിൽ നോക്കി കണ്ടുപിടിച്ചായിരുന്നു എന്താ. അപ്പോൾ അതാണ് ആഗ്രയിലെ ജയിൽ.
വീണ്ടും ബ്രേക്ക് ആപ്ലിക്കേഷൻ ഉണ്ടായി, എമർജൻസി ബ്രേക്ക് ആപ്ലിക്കേഷൻ. നമ്മളെല്ലാ യാത്രയിലും നമ്മുടെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പ്ലേറ്റ് കാണിക്കാറുണ്ട് കേട്ടോ. ഈ യാത്രയിൽ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് വിചാരിക്കരുത്. ഇതാണ് കാരണം, മൊത്തം മാഞ്ഞുപോയി. ആ കൂടി 8/18 കാണാനുണ്ട്. ഓഗസ്റ്റ് 2018 ബിൽഡ് ചെയ്താണെന്ന് തോന്നുന്നു. ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്. കാരണം ഇവിടെ ഒരു ബിൽഡേഴ്സ് പ്ലേറ്റ് പോലെ ഉണ്ട്, അതിൽ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു കണക്കിനാണ് ഞാൻ പറയുന്നത്. ഇവിടെയും പോയൊരു 4-5 മിനിറ്റ് പോയത് അനങ്ങി തുടങ്ങിയപ്പോൾ. എന്താ ചെയ്യുക? ഇനി ചങ്ങല വിളിച്ചാണെങ്കിൽ ആരെങ്കിലും മറ്റേ ടോയ്ലറ്റ് കയറി സിഗരറ്റ് കത്തിച്ചാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതുണ്ട്, മറ്റേ സാധനം ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് ഒന്നുമല്ല. മെജോറിറ്റി കോച്ചുകളിലും മറ്റേ ഫയർ അലാമൊന്നും വർക്കിംഗ് ഒന്നുമല്ല. ഇതിനു വേണ്ടി കാത്തു നിന്നിട്ടും കറക്റ്റ് സമയത്ത് ക്യാമറ ഓൺ ആയില്ല. അപ്പോൾ ഇനി എൻ്റെ അറിവിന് കുറച്ച് നേരത്തേക്ക് നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. പോയത് ഹിരാക്കുഡ് എക്സ്പ്രസ് ആയിരുന്നു. ഇതൊരു ഓർമ്മ ശരിയാണെങ്കിൽ ക്രോസിങ്സ് ഒന്നുമില്ല. ഞാൻ പോയി സീറ്റിൽ പോയിരുന്ന ഫോണൊക്കെ എടുത്ത് തപ്പി നോക്കട്ടെ വല്ലതും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മഥുര ജംഗ്ഷനിലേക്ക് കയറുകയാണ്. മറ്റേ കോട്ട സൈഡിലുള്ള ലൈനുകളാണ് റൈറ്റ് സൈഡിൽ കൂടെ വരുന്നത്. ആ ലൈൻ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ആ സമയത്തൊരു മിർച്ചി ബജ്ജി വന്നായിരുന്നു ട്രെയിനിൽ. അത് തിന്നുകൊണ്ടിരുന്ന സമയം പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മളപ്പോഴേക്കും മഥുര ജംഗ്ഷനിലേക്ക് കയറി കഴിഞ്ഞു. ഇതാണ് മഥുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ രാജധാനി എക്സ്പ്രസ് പോയിട്ടോ. രാജധാനി എക്സ്പ്രസ് ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ പാസ് ചെയ്ത് പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു 10:45 അത് ഇവിടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. രാജധാനി നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല. റൈറ്റ് സൈഡിൽ ഏതോ ട്രെയിൻ ഉണ്ടല്ലോ, ഹോണ്ടടി കേൾക്കാം. നമ്മളങ്ങനെ മഥുര ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല തിരക്ക് കയറാനുണ്ട്. അപ്പുറത്ത് നിന്ന് ഫ്ലൈറ്റ് വിട്ടു പോകുന്നുണ്ട്. ആ ഫ്ലൈറ്റിന് നമ്മൾ വഴിക്ക് വെച്ച് ഓവർടേക്ക് വരും. ഇനി ഇവിടെ മധുരയിൽ പേട വളരെ ഫേമസ് ആണ്. മധുര പേട എന്ന് പറയുന്ന പാലുകൊണ്ടുണ്ടാക്കുന്ന സ്വീറ്റില്ല, ആ സ്വീറ്റ്. ആഗ്രയിലുള്ളത് പേട്ടയാണ്. പേട്ട കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇത് പേടയാണ്. അപ്പം നമ്മളങ്ങനെ 11:10 മധുരയിലെത്തി. 20 മിനിറ്റ് ലേറ്റാണ് വണ്ടി ഏകദേശം. മേക്കപ്പിൽ നിന്ന് വിചാരിക്കുന്ന ടൈം ഡൽഹി എത്തുമ്പോഴേക്കും. ഇതാണ് ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡ്. നമ്മൾ കയറി മുമ്പിലൊരു ഫ്രൈറ്റർ ഉണ്ടായിരുന്നു. ആ ഫ്രൈറ്ററായിരുന്നു നേരത്തെ ഹോൺ അടിച്ചു തന്നു. അത് പോയി. അങ്ങനെ അറ്റത്തൊരു ഫ്രൈറ്റർ പോകുന്നത് കണ്ടോ. അത് നമ്മൾ നേരത്തെ ഞാൻ ഈ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഒരു ലൈൻ നമ്മുടെ പാലത്തിന് മുകളിൽ കൂടെ പോകുന്ന കാണിച്ചായിരുന്നു. ആ ലൈൻ വഴി വന്ന ട്രെയിനാണത്. അതങ്ങനെ വന്നിട്ട് അത് ഇറ്റാവ സൈഡിലേക്ക് കാണുന്നതാണ് എൻ്റെ ഒരു അറിവ്. ഇറ്റാവയാണോ വേറെ എങ്ങോട്ടെങ്കിലും ആണോ എന്നറിയില്ല. അങ്ങോട്ട് പോകുന്ന ലൈനാണത്. നമ്മൾ മധുര ജംഗ്ഷന് പുറപ്പെടുകയായി. നമ്മൾ സ്റ്റാർട്ടറായി. ആണ് മധുര ജംഗ്ഷൻ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് കവാടം. ഞാനൊരിക്കൽ ഈ സ്റ്റേഷനിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ആഗ്രയിലേക്ക് പോയിട്ടുണ്ട്. രാത്രിയായിരുന്നു, പക്ഷേ അതുകൊണ്ട് ഏത് സൈഡിലായിരുന്നു ഇറങ്ങിയതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഒന്നിൻ്റെ സൈഡല്ലായിരുന്നു തോന്നുന്നു, മറ്റേ സൈഡായിരുന്നു തോന്നുന്നു പോയി ഇറങ്ങിയത്. നമ്മളങ്ങനെ മധുര ജംഗ്ഷന് പുറപ്പെട്ടു. നമ്മൾ ആ ഫ്ലൈറ്ററിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് പോകട്ടോ. ആ ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈറ്റ്, അതേ ഫ്ലൈറ്റാണ്.
നമുക്ക് മുന്നേ പോയ രാജധാനി എക്സ്പ്രസ് 12:30 ആകുമ്പോഴേക്കും നിസാമുദ്ദീൻ എത്തി യാത്ര അവസാനിക്കും. ഇപ്പോൾ ഓൾറെഡി നിസാമുദ്ദീൻ എത്താനായിട്ടുണ്ടാവും. നമ്മൾ നിസാമുദ്ദീൻ പാസ് ചെയ്യേണ്ടത് 1 മണിക്കാണ്. നമ്മളൊന്ന് രാജധാനിക്ക് വന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിലായിരുന്നു വന്നത്. പ്ലാറ്റ്ഫോം 3-ലായിരുന്നു നമ്മൾ വന്നത്. ഇപ്പോഴത്തെ സൈഡിൽ തണലത്തോട്ട് മാറിയപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഗുണ്ടക്കലിൻ്റെ ലോക്കോസാണ്. ദൂരം വന്നിട്ട് ഗുണ്ടക്കലിൻ്റെ ലോക്കമാണ് ഒരു ഭംഗി, ഒരു രസമാണ്. 28531 ആണ്. ഭൂതേശ്വർ സ്റ്റേഷൻ ആയിരിക്കും. ഭൂതേശ്വർ സ്റ്റേഷൻ ഇതൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ലൈനുണ്ട്. ഇരുപത് km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ സ്റ്റോപ്പുള്ള ഏതോ വണ്ടി വരുന്നുണ്ടല്ലോ, വല്ല മെമോ വല്ലതും ആയിരിക്കും. ഇവിടുന്ന് പാലത്തിന് എന്തോ വർക്കാണ്. അതിൻ്റെ മറ്റേ പുഷ് ബോക്സിൽ അണ്ടർപാസ് പണിയുന്നുണ്ട്. അതിനുള്ള സ്പീഡ് റെസ്ട്രിക്ഷനാണ്. മുകളിലോട്ട് കയറി പോകുന്ന ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനാണ് ഇത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ രാജസ്ഥാനിലെ ഏതോ ഒരു ഇതിലോട്ടാണ് പോയി കയറുന്നത്. ഞാൻ മറന്നുപോയി. നമ്മുടെ GTL കുട്ടപ്പന്മാർ പാരലായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്വാഡ്രൂബിൾഡ് ആണ് തോന്നുന്നു ലൈൻ കേട്ടോ. ലെഫ്റ്റിലോട്ട് പുതിയ ലൈൻ വന്നു. നേരത്തെ തിരിഞ്ഞു വന്ന് കണ്ട ലൈന്. മധുര കഴിഞ്ഞ് ഇറങ്ങി ഭൂതേശ്വർ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. വീണ്ടും ചെയിൻ പുള്ളുണ്ടായി. ഞാൻ പറഞ്ഞോളൂ, ഇത് ചെയിൻ പുൾ അല്ലാന്ന് തോന്നുന്നു. ഇതാരോ സിഗരറ്റ് വലിക്കുന്നതിന് എന്തോന്നാണെന്ന് തോന്നുന്നു. ഗ്രീൻ സിഗ്നലാണ് കിടന്നുണ്ട്. ഇതേതോ അലവല്ലാതെ ടോയ്ലറ്റ് കയറി സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സംശയമൊന്നുമില്ല. ഇത്രയും ചെയിൻ പുള്ളിയാണിത്. 3ാമത്തെ ആയില്ല ഇന്ന് തന്നെ. ഇപ്പം
വൃന്ദാവൻ റോഡ് സ്റ്റേഷനാണിത്. ടേബിൾ ഇരിക്കണം അതിനോട്. അങ്ങനെ വൃന്ദാവൻ റോഡ് സ്റ്റേഷൻ കഴിഞ്ഞു. ഷാർട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് അൺഷെഡ്യൂൾഡ് നിർത്തിയിരിക്കുക. ലൂപ്പ് ലൈനിൽ മെയിൻ ലൈനിൽ കൂടെ ആരെങ്കിലും വിടാനുള്ള പരിപാടിയാണോ? നമ്മളിപ്പോൾ മംഗള എക്സ്പ്രസ് അങ്ങോട്ടേക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമ്മളെ പിടിച്ച് ലൂപ്പിലിട്ടിരിക്കുന്നത്. ഇവിടെ 6007 കിടക്കുന്നുണ്ട് വാക്ക് 12B. മെയിൻ ലൈനിൽ മഞ്ഞ വിത്ത് ലെഫ്റ്റിലോട്ട് റൂട്ട് ഇൻഡിക്കേറ്റർ. എന്താണോ സംഭവം? ഇത് നമുക്കുള്ള സിഗ്നലല്ല, ഇത് വന്ദേ ഭാരത്തിന് പോകാനുള്ള. വന്ദേ ഭാരത് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഓട്ടേക്ക് പോകും. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന സിഗ്നലാണ്. എനിക്കതപ്പോൾ മെയിൻ ലൈൻ മുന്നിൽ എവിടെയെങ്കിലും ക്ലോസ്ഡോ അല്ലായിരിക്കും, വല്ല വർക്ക് നടക്കുന്നുണ്ടാവുമായിരിക്കും. ഇപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം പോസ്റ്റാക്കിയിട്ട് വന്ദേ ഭാരത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇവൻ ഇവിടുന്ന് ഇത് കടന്ന് അപ്പുറത്തെ ലൈനിലോട്ട് കയറാനുള്ളതാണ്. പോയിൻറ്റ്സ് കടന്ന് കോച്ചുകളുടെ കളറാണോ മഞ്ഞ കളറായി. ഇത് റീപെയിൻറ്റ് തന്നെ കളറാണോ മഞ്ഞ. ഈ പ്രീമിയംനെസ് ഒക്കെ പോയി വണ്ടിയുടെ. അങ്ങനെ റാണി കമലാപതി ഹസ്രത്ത് നിസാമുദ്ദീൻ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് വീണ്ടും മെയിൻ ലൈൻ സിഗ്നൽ മാറി ആംബർ വിത്ത് റൂട്ട് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഏത് വണ്ടിക്കാണോ? ഇത് ഇന്ന് നമ്മുടെ വണ്ടി ഇന്ന് ഡൽഹി പോയി സെക്കൻഡറി മെയിൻ്റനൻസ് വേണ്ടി രാത്രി ഇറങ്ങാനുള്ളതാണ്. എന്നിട്ടാണ് അവന്മാർ ഈ കളി കളിക്കുന്നത്. ഒരു വാപ്സൺ ഹൗളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. ഇതിനിപ്പോൾ ഏത് കുരിശാണോ? വൽസാഡിൻ്റെ 37570 ആണ് ലോക്കോ. ഗോൾഡൻ ടെമ്പിൾ മെയിൽ. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് ജനറലിനെക്കാട്ടും കഷ്ടം കേട്ടോ. ബാൻഡ്ര ടെർമിനസ്, അമൃത്സർ ബാൻഡ്ര ടെർമിനസ്, ഗോൾഡൻ ടെമ്പിൾ മെയിലായിരുന്നു. അപ്പം നമുക്കും സ്റ്റാർട്ടർ അതേപോലെ മഞ്ഞ വിത്ത് ലെഫ്റ്റ് റൂട്ട് ഇൻഡിക്കേറ്റർ. സഹാരൻപൂരിൻ്റെ 60078 ആണ് ഈ കിടക്കുന്നത്.
1:30 ഡൽഹിയിലെത്തുന്ന പ്രതീക്ഷയിൽ ഞാൻ പുറത്ത് ഒരു അവർലി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പായി. എന്തിനാണ് വണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ലേറ്റാക്കിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കുക. കാര്യം ഈ റേക്ക് ഡൽഹിയിലെത്തി മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് വേണം രാത്രി 8:30 തിരിച്ച് നാട്ടിലേക്ക് വരാൻ. സെക്കൻഡറി മെയിൻ്റനൻസ് ഉണ്ട് ഇനി ഡൽഹിയിൽ. ഇവരുടെ ഈ സ്റ്റുപ്പിഡിറ്റി കാരണം ഇന്നിപ്പോൾ റിട്ടേൺ ഡിപ്പാച്ചർ വണ്ടിയുടെ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഛാത്ത കഴിഞ്ഞു. ഇനി ഏകദേശം 100 കിലോമീറ്ററിന് മേലെ ബാക്കിയുണ്ട് നമുക്ക്. നമ്മളിനിപ്പോൾ മെയിൻ ലൈനിൽ കയറി പിന്നെ കുറച്ച് മുന്നോട്ട് പോയി വീണ്ടും പോയിൻറ്റ്സ് കയറണം, ലെഫ്റ്റിലോട്ട് കയറണം. ഓപ്പോസിറ്റ് ലൈനിൽ ബ്ലോക്ക് കഴിഞ്ഞ് ആ ഒരു ഫ്ലാഗ് മാറ്റി, ബാനർ ഫ്ലാഗ് മാറ്റി. പാൻഡ്രകാർന്ന് ബിരിയാണി വന്നായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ 1:30 ഇറങ്ങുമല്ലോ പക്ഷെ മേടിച്ചില്ല. ഞാൻ വെച്ച് 1:30 ഡൽഹി ഇറങ്ങിയിട്ട് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ കണ്ടിട്ട് ട്രെയിനിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ അമൃത്സർ ഇൻഡോർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണം. കോസി കനാൽ ഫുള്ള് കെമിക്കൽ വെള്ളമാണ്. അടിപൊളി. നമുക്ക് ഫ്രണ്ട് റെഡാ വീണ്ടും. എനിക്ക് അവന്മാർ നമ്മൾ ഓടി എത്താൻ സമ്മതിക്കില്ല എന്നുള്ളത്. അമൃത്സർ ഇൻഡോർ എക്സ്പ്രസ് ആണത്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഈ കോസിക്കല എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കിടക്കുകയാണ്. ആ ഹോം സിഗ്നലിൽ കിടന്നിട്ട് പൊക്കിയെടുത്ത് നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടു. അതിനിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്യണം. സ്റ്റേഷനിൽ കിടക്കാൻ ഇപ്പോൾ നേരം കുറേ ആയി. ഇപ്പോൾ സമയം 1:21 നമ്മൾ ഡൽഹി എത്തേണ്ട സമയമായി. നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പുറത്ത് കൂടെ ജമ്മു തവി പോണ ജേലം എക്സ്പ്രസ്സും പോയി. എൻ്റെ ലോക്ക് കാണാൻ പറ്റിയില്ല. നമ്മളൊഴികെ ബാക്കി എല്ലാവരും ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ മാത്രം ഇവിടെ കിടന്ന് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ കോസിക്കല എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എടുക്കുകയായി. ഇപ്പോൾ വിട്ടാലെങ്കിൽ ഒരു 2:30 നമുക്ക് ഡൽഹി എത്താൻ പറ്റും. 2:30 എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമയം 1:24. ഒരു 2:30 കൊണ്ട് കയറ്റാൻ പറ്റും. നമ്മൾ വേറെ എവിടെയും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. നമുക്ക് അതിനിടയ്ക്ക് 2 സ്റ്റോപ്പുണ്ട്, ഫരീദാബാദ് നിസാമുദ്ദീനും. ലൂപ്പ് കയറി ഇറങ്ങാൻ സമയം വേണ്ട. എൻ്റെ അടുത്ത ട്രെയിൻ 5:30 പക്ഷേ 3 മണിക്കൂറിന് റൂമിൻ്റെ കാശ് കൊടുത്തിട്ട് മിക്കവാറും മിസ്സാവുന്ന ലക്ഷണമാണ് എനിക്ക്. ഇവിടെ വണ്ടി വരുന്നുണ്ടല്ലോ. എന്തിനാ അനൗൺസ്മെൻ്റ് ഒന്ന് കുറേ യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ.
ഏതോ വണ്ടി വരുന്നുണ്ട് ഇവിടെ. ഓസിക്കലാം. അടുത്ത വണ്ടി ഫിറോസ്പൂർ കന്റോൺമെന്റ് സിയോണി. പത്താൽക്കോട്ട് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. 1.5 നമ്മൾ ഇനി ഏകദേശം 100 കിലോമീറ്റർ പുറത്ത് കിടക്കുന്നേ ഉള്ളൂ. 130 km തിരത്തിലാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ ഓടി എത്തില്ല എന്തായാലും. അപ്പോൾ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഒരു 2:30-3 മണിയാവും തോന്നി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്താൻ. എനിക്ക് 5:30-ക്കാണ് അടുത്ത ട്രെയിൻ. എന്തായാലും റൂം ബുക്ക് ചെയ്ത സ്ഥിതിക്ക് റൂമിലൊന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുക. എന്തായാലും കാശ് കൊടുത്തതല്ല. ഞാൻ ലഞ്ച് കഴിച്ചില്ല, ഡൽഹിയിൽ എത്തിയിട്ട് വല്ലതും കഴിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നടക്കില്ല, ഇത് നടക്കില്ല. ഇപ്പോൾ ട്രെയിനാണെങ്കിൽ ഇപ്പോൾ ഒന്നും വരുന്നുമില്ല ഫുഡ്. പാൻട്രിക്കാരെല്ലാം ക്രോസ് ചെയ്ത് വെച്ചെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പുറത്തെ ലൈനിലൂടെ ഡൈവേർട്ട് ചെയ്തതിൻ്റെ കാരണം എപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത്. അതൊക്കെ ഗോതമ്പാന്ന് തോന്നുന്നു കേട്ടോ. കൊയ്യാൻ റെഡി ആയിരിക്കുകയാണ്, കൊയ്ത്തും തുടങ്ങിയിട്ടുണ്ട്. കലിംഗ ഉത്കൽ എക്സ്പ്രസ്. വീണ്ടും ഒരു ACPയുടെ ഹോണോടുകൂടി വണ്ടി നിന്നു. ഞാൻ പറഞ്ഞത് ACP അല്ലത്, വേറെന്തോ സീനാണിത്. അലാം ചെയിൻ അല്ലത്. ഹോഡൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കയറുകയാണ്. ചാർട്ടർ ആംബർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കിത് റൈറ്റിലേക്ക് റൂട്ട് ഇൻഡിക്കേറ്റ് ആണ്. തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറുക. എന്തൊക്കെ സർക്കസ് ആണോ നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നവർ. ഇത്രയും നേരത്തിനിടയ്ക്ക് മെയിൻ ലൈനിൽ ഞാൻ എവിടെയും കൺസ്ട്രക്ഷനോ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും സമയം കളയാനായിട്ട് നമ്മൾ ലൂപ്പ് കൊടുക്കുന്നു. റൈറ്റ് സൈഡിൽ ഏതോ ഒരു ഡേ ടൈപ്പ് വണ്ടി വരുന്നുണ്ട്. കോട്ട ജനശതാബ്ദിയാണ്. ഇന്ന് രാത്രി കേരള എക്സ്പ്രസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് എന്തായാലും ആഘോഷമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ന്യൂഡൽഹിയിലെത്തി ഇതിൻ്റെ ഷണ്ട് ചെയ്ത് സെക്കൻഡറി മെയിൻ്റനൻസ് കഴിഞ്ഞ് തിരിച്ച് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വേണ്ടത് പുറപ്പെടാൻ. ആ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ലേറ്റ് ആക്കില്ല. അത് കടത്തി എങ്ങനെയെങ്കിലും ന്യൂഡൽഹി കൊണ്ടുവന്ന് കയറ്റാൻ വിചാരിച്ചതിനവർ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോഴും നോർത്ത് സെൻട്രൽ റെയിൽവേയിലാണ്. നോർത്തേൺ റെയിൽവേക്കാണല്ലോ മെയിൻ്റനൻസിൻ്റെ തലവേദന. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും സർക്കസ് കളിച്ച് തിരിച്ചിപ്പുറത്ത്. ഇന്ന് 5ാമത്തെ പ്രാവശ്യം എന്താ വീണ്ടും നിൽക്കുകയാണ് ACP. ഇത് ACP അല്ല, ഇത് വേറെന്തോ സീനാണ്, വേറെന്തോ പ്രശ്നമുണ്ട്.
കോച്ചിന് പ്രശ്നമുണ്ട്. അതൊന്ന് ഐസൊലേറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും അവർക്കിനി. നല്ല ചൂട് ബിരിയാണി വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടാ കൊണ്ടുവന്നാം. എന്നിട്ട് കൊണ്ടുവന്നവൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രഷായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. വണ്ടി ലേറ്റ് ആയതുകൊണ്ട് അവർ ഫ്രഷ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. വെജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു ചോറും അതിൻ്റെ മുകളിലൊരു ഗ്രേവിയും അത്രേ ഉള്ളൂ. ഈ ബിരിയാണി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമല്ല. കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. എൻ്റെ പൊന്നെ, ഇതാ വീണ്ടും നിന്നു. ACPയുടെ ഹോൺ അടിച്ച് വണ്ടി നിന്നു. എമർജൻസി ബ്രേക്ക് ആപ്ലിക്കേഷനാണ് വീണ്ടും. ഞാൻ പറഞ്ഞത് ACP അല്ല, ഇത് വേറെന്തോ സീനാണ്. ഏതോ കോച്ചിന് ഫോൾട്ട് ഉണ്ട്. എന്തായാലും ഡാർക്ക് സീനാണ്. മണി 2:10 നമ്മൾ ഇതുവരെ ഫരീദാബാദ് പോലും എത്തിയിട്ടില്ല. പൽവാൾ എത്താറേ. പൽവാളിലാണ് നോർത്തേൺ റെയിൽവേയുടെ ടെറിട്ടറി തുടങ്ങുന്നത്. നമ്മളിപ്പോൾ നോർത്തേൺ റെയിൽവേ കയറി, അതായത് ബോർഡ്. വീണ്ടും എമർജൻസി ബ്രേക്ക് ആപ്ലിക്കേഷനായി. ഇപ്പോൾ 6ാമത്തെ എമർജൻസി ചെയിൻ ഫുള്ള്. ഈ കാണുന്ന TPWS എഴുതിക്കുന്നുണ്ടോ? TPWS, ട്രെയിൻ പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റം. അത് ആണ് കവച്ചിന് മുമ്പുണ്ടായിരുന്ന സാധനം. അതിപ്പോൾ ഡിസ്ഫങ്ഷനിലാണ്, അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റൂട്ടിൽ 160 kmph നിർത്തലാക്കിയത്. ഇനി കവച്ച് ആക്ടിവേറ്റഡ് ആകുമ്പോഴേ ഇനി 160 kmph ഈ റൂട്ടിലെ ട്രെയിനുകൾക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പൽവാൽ കഴിഞ്ഞ് ജസ്റ്റ് അസൗട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തുന്നു. അതിന് മുമ്പായിട്ട് കണ്ടതാണിത്. മുകളിൽ കൂടെ പോകുന്ന 2 ലൈന് ഇലക്ട്രിഫൈഡ് ലൈനാണ്. കണ്ടിട്ട് ഹൈ റീച്ച് OHയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് ഹൈ റീച്ച് OHയാണിത്. അപ്പോൾ ഇത് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിന് വല്ലതും ആണോ എന്നറിയില്ല കേട്ടോ. 2 ലൈൻ, ഡബിൾ ലൈനാണ്. നമ്മുടെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിന് വല്ലതും ആണോ എന്നറിയില്ല. എന്തായാലും ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാൻ താഴെ ടൈറ്റിലായിട്ട് ഇടുന്നതാണ്. ബല്ലംഗഡ് എത്തി, ബല്ലംഗഡ്. ജിൻഡാൽ സ്റ്റീൽസിൻ്റെ BOS വാഗൺസ് ആണത്. നല്ല കളറാണ്, ഫ്രഷാണെന്ന് തോന്നുന്നു. കുർഡ റോഡ് ECOR ബേസാണ്.
അമൃത്സർ തിരുവനന്തപുരം ആയിരിക്കണം. ഫരീദാബാദ്. ഇവിടെ ഓട്ടോമാറ്റിക് ഡോറിൽ LHB കോച്ച് ഉണ്ടോ? Is running by 2 hours 45 minutes is expected to arrive at 50 hours 8 minutes on platform number 2. സമയം 2:36. നമ്മൾ ഡൽഹി എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് തന്നെ 1 മണിക്കൂർ മേലെയായി. സമയം ഇപ്പോൾ 2:38. നല്ലോണം ലേറ്റാണ്. 1 മണിക്കൂർ മേലെ ലേറ്റാണ്. ആൻഡമാൻ എക്സ്പ്രസ് വരുന്നുണ്ട്. 2:40. ഇതൊക്കെ ഓട്ടോമാറ്റിക് ഡോർസുള്ള കോച്ചുകളാട്ടോ. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് കാശ്മീരിലേക്ക് ട്രെയിൻ ഓടിക്കാൻ വേണ്ടി പണിതാണെന്നാണ് പറയപ്പെടുന്നത്. ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് ട്രെയിനിന് വേണ്ടി. പക്ഷേ ശ്രീനഗറിലോട്ട് നിലവിൽ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. നിലവിൽ നമ്മൾ ജമ്മു തവി അല്ലെങ്കിൽ വൈഷ്ണോദേവി കട്ടറിൽ നിന്ന് മാറി പോകണം. ഫസ്റ്റ് AC അടക്കം അങ്ങനത്തെ ഓട്ടോമാറ്റിക് ഡോറാണ്. നമ്മളങ്ങനെ ഫരീദാബാദിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് ഇനി ഹസ്രത്ത് നിസാമുദ്ദീനിലാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ കഴിഞ്ഞാൽ പിന്നെ ന്യൂഡൽഹിയിലാണ് സ്റ്റോപ്പുള്ളത്. വൈഷ്ണോദേവി കട്ടറിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ് ആൻഡമാൻ എക്സ്പ്രസ്. നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിലോട്ട് കയറുകയാണ്. കുറച്ച് നേരത്തെ നമ്മുടെ റാണി കമലാപതി വന്ദേ ഭാരത് തിരിച്ചു പോയായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് മുഖം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴത് പോയത്. മുഖത്തൊക്കെ സോപ്പായിരുന്നു. അപ്പോൾ എന്തിനാ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് എന്തിൻ്റെ പാലാണോ? ഗാസിയാബാദിൻ്റെ 37392 ആണല്ലോ അപ്പോൾ അത്. ഗോണ്ട്വാന എക്സ്പ്രസ് ആണ്. ഗോണ്ട്വാന എക്സ്പ്രസ് ഭുസാവലിലേക്കുള്ളത്. ഈ നമ്മുടെ സൈഡിലെ പ്ലാറ്റ്ഫോം അടിപൊളി. പ്ലാറ്റ്ഫോം എൻട്രി പിടിക്കാൻ നമുക്ക് സന്തോഷം. അജ്നിയുടെ 37267. ഗോവ എക്സ്പ്രസ് ആണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ വാസ്കോ. ट्रेन लाइटिंग स्टाफ प्लेटफॉर्म नंबर 3 पर बड़ी 1280 गोवा एक्सप्रेस മണി 3 കഴിഞ്ഞു. അപ്പം 3:01 നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തി. ഇനി നമുക്കൊരു 13 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. എങ്ങനെ പോയാലും ഒരു 3:30 ഒക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും.
ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മളെടുത്തു കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. 3:03 നമ്മളെടുത്തു. വണ്ടി വിട്ടുള്ളൂ. അപ്പോഴേക്കും ആരോ ചെയിൻ വലിച്ചു. അവിടെ ഏതോ രാജധാനി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ മാത്രമേ കാണാൻ പറ്റും, മറ്റേ ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. ആൾ നിൽക്കുന്നുണ്ട് അവിടെ. ഇത് ചെയിൻ പുള്ള, ഇത് ചെയിൻ പുള്ള. ആ കിടക്കുന്നത് സെക്കൻഡറാബാദിലേക്കുള്ള രാജധാനി എക്സ്പ്രസ്. ഇപ്പോൾ അനൗൺസ്മെൻ്റ് വന്നത്. നമ്മുടെ ഇതുവരെ റീസെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വണ്ടി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു വേഗം. ക്ലിയർ ആയെന്ന് തോന്നുന്നു. കേട്ടോ. സമയം 3:09. ആ കാണുന്ന നീല ഷെഡാണ് തോന്നുന്നു ഇവിടുത്തെ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ചെറിയ ട്രിപ്പ് ഷെഡാണല്ലോ. നമ്മുടെ തിരുവനന്തപുരം രാജധാനിയുടെ വഴി കിടക്കുന്നു. ഇപ്പോഴത്തെ SRൻ്റെ വേറെ ഏതോ റേക്കാണുള്ളത്. MGR ചെന്നൈ സെൻട്രൽ ഗരീബ് രഥ് എക്സ്പ്രസ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം ഓവർടേക്ക് ചെയ്താണ്. ഇന്നലെ വൈകുന്നേരം അവൻ ഇവിടെ എത്തി റെസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോലും എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് സെക്കൻഡറി മെയിൻ്റനൻസ് പോലാണ് ഈ റേക്കിന്, നമ്മുടെ റേക്കിന്. കാര്യം ഇത് 3000 ചില്ലറ കിലോമീറ്റർ ഓടുന്ന വൺ വേ. അപ്പോൾ ഇതിന് ഇനി മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു, നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെട്ടു. ജബൽപൂർ നിസാമുദ്ദീൻ. കേരള എക്സ്പ്രസ് നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. ഉച്ചയ്ക്ക് 1:30 വന്നിട്ട് സെക്കൻഡറി മെയിൻ്റനൻസ് കഴിഞ്ഞ് രാത്രി 8:30 പോകേണ്ട വണ്ടിയാണ്. ആകെ ഷെഡ്യൂൾഡ് 7 മണിക്കൂറുള്ളൂ. മുകളിൽ കൂടെ ഒരു പാലം പോകുന്നുണ്ട്. സഹാറൻപൂരിലോട്ട് പോകുന്ന ലൈനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മളേതോ വണ്ടി ഓവർടേക്ക് ചെയ്യണം. കാലി വണ്ടിയാണ്. ഇതാണെന്ന് തോന്നുന്നു മറ്റേ ഉത്തർപ്രദേശ് സൈഡിൽ നിന്നൊക്കെ വരുന്ന ലൈന്. അതിൽ കൂടെ ഒരു വന്ദേ ഭാരത് പോകുന്നുണ്ട്. അത് വാരണാസി വന്ദേ ഭാരത് ആയിരിക്കണം. അടിച്ച് പുറത്ത് വരുന്നത് ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് വാരണാസി വന്ദേ ഭാരതാണ്. ആ മോളിൽ കൂടെ പോകുന്ന മെട്രോ ലൈനാണ്. ആണല്ലോ അജ്നീട്. അത് ചിലപ്പോൾ മറ്റേ സൈനികരെയൊക്കെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റേ ഇവരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന റേക്കായിരിക്കും. എന്തായാലും പറയാം, നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സുകൾ.
തിലക് ബ്രിഡ്ജ്. ലഗേജ് പൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അഹങ്കാരത്തിനാണ് ഈ വാതൊക്കെ നിൽക്കുന്നത്. ശിവഗംഗ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ്, ബനാറസ് നൈ ദില്ലി. ഇത് ലേറ്റ് ആവുന്ന നമുക്ക് നേരത്തെ ഇൻഡിക്കേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ ആ റൂം ബുക്ക് ചെയ്യില്ലായിരുന്നു. നമ്മൾ മധുര വരെ ഏകദേശം ടൈമിന് തന്നെ വന്നുകൊണ്ടാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ വെറുതെ എൻ്റെ കാശ് പോകുന്ന സീനായി. തിലക് ബ്രിഡ്ജ് സ്റ്റേഷനായിരുന്നു. സബർബൻ ട്രെയിൻ വരുന്ന കാണാം. എങ്ങോട്ടാ പോകുന്നത് മനസ്സിലായില്ല. ഒരു മനുഷ്യനില്ല കേട്ടോ, കാലിയാണ് ട്രെയിൻ. ദില്ലി ജംഗ്ഷനാണ് പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് തോന്നുന്നു. വലിയ കൊടിയുണ്ട് BJPയുടെ. ഇപ്പോൾ ശിവാജി ബ്രിഡ്ജ് എത്തി. നിർത്തുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ആംബറാണല്ലോ സിഗ്നൽ. നല്ല അടിപൊളി തിരക്ക് ചെയ്യുന്നതിന്. ഇതിനകത്ത് ആൾക്കാർ ലഗേജൊക്കെ വെച്ചിട്ടുണ്ട് വാതുക്കൽ. ഇനി അടുത്തത് ന്യൂഡൽഹിയാണ്. നിന്നിട്ട് വേണം അകത്ത് വേണ്ട ലഗേജ് എടുക്കാൻ. പ്ലാറ്റ്ഫോമിൽ കയറി നമുക്ക് പോകുള്ളൂട്ട്. എന്തായാലും ഫ്രണ്ടിലത്തെ കൊച്ചുണ്ടാകാം. അങ്ങനെ അറ്റം വരെ ഓർമ്മയുണ്ടാകും. ആണ് ന്യൂഡൽഹി സ്റ്റേഷൻ. എക്സ്ട്രീം റൈറ്റ് ലൈനിൽ 16ാമത്തെ പ്ലാറ്റ്ഫോമാണ്. 14 P7 ഹോളിൽ ട്രെയിൻ റെഡി ആവുന്നുണ്ട്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ലോക്കോ. അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലാറ്റ്ഫോം എൻട്രി വിളിക്കാൻ പറ്റില്ല. 37162 ഏതോ ഗരീബ് രത്താണ്. G18 വരെയുള്ള കോച്ച് കാണാം. റോയപ്പുരത്തിന് 30751. അവനും ചെയിൻ പുള്ള. ജൻശതാബ്ദി എക്സ്പ്രസ് ഡെറാഡൂൺ ഡൽഹി ഗാസിയാബാദിന് 30182. നമ്മൾ പ്ലാറ്റ്ഫോം 7ലേക്ക് വന്നിരിക്കുന്നത്. ന്യൂഡൽഹിയുടെ പ്ലാറ്റ്ഫോം എൻട്രി മിസ്സായി. സമയം 3:25. നമ്മുടെ കോച്ചിനോട് വീട് പറഞ്ഞു. നമുക്കെന്നാൽ പതുക്കെ ഇറങ്ങിയേക്കാം. അപ്പോൾ നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം 7 ഡൽഹിയിൽ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നിരിക്കുന്നു. ഞാൻ അതിന് ശേഷം പുറത്തോട്ട് പോട്ടെ. റൂമിലോട്ട് പോകണോ വേണ്ടെന്ന് തീരുമാനിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസൊക്കെ വേണം നമുക്ക്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം അതിനുള്ള മെത്തേഡ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്കെന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഉടനെ ഒരു ചെറിയ വീഡിയോ കൂടി വരുന്നുണ്ട് ചണ്ഡീഗഡിലെ യാത്രയുടെ ബാക്കി ഭാഗത്തിൻ്റെ. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you in the very next video. Until then, bye-bye.